ഉണ്ടാക്കി നോക്കിയാലോ? കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ചെറുപയർ പരിപ്പ്, കുറച്ച് മല്ലി, കുറച്ച് ജീരകം, കുരുമുളക്, മുരിങ്ങയില പൗഡർ, കായം, കുറച്ച് ഉണക്കമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് പുളി. ഈ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഓരോന്നായി വറുത്തെടുക്കണം. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന പരിപ്പുകളും മല്ലിയും ജീരകവും കുരുമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ചൂട് മാറി കഴിയുമ്പോഴത്തേനും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കണേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി കൂട്ടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് കഴിച്ച് നോക്കാവേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ഈസി ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക്സ് ടു ഈസി ഹോം.